അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്താണ് മക്കളെ വിശേഷമൊക്കെ? എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. സോ നമുക്കറിയാം, നമ്മളിപ്പോൾ SSLC എക്സാമിനേഷൻ ഫേസ് ചെയ്യാനുള്ള ആ ഒരു ടൈം അടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കുഞ്ഞുനാൾ മുതലേ അറിയാവുന്ന ഒരു സബ്ജക്റ്റാണ് അറബിക്. പക്ഷെ നമുക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ തീരാത്തൊരു സബ്ജക്റ്റും കൂടിയാണ് ഇത് അറബിക്. ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? യെസ്. അപ്പോൾ എല്ലാ കുഞ്ഞു മക്കൾക്കും ഈ ഒരു അറബിക്കിൽ ഏറ്റവും ടഫ് ആയിട്ടുള്ള ഒരു ഏരിയ ഇന്ന് നമ്മൾ ചെറിയ ഒരു ഏരിയ, ആ ഒരു ഗ്രാമർ പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ നമ്മളെ ഒരു കുഞ്ഞു പോർഷൻ മാത്രമാക്കിയിട്ട് ഒന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു തരാണ്. എന്തിനാണെന്നറിയില്ലേ? നമ്മളൊരു വലിയ ഒരു ലൈവ് തന്നെ നമ്മളിത് പോവാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോ എല്ലാവരും അതിൻ്റെ ഒരു 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 മുന്നോടിയായിക്കൊണ്ട് ഈ ഒരു കുഞ്ഞു വീഡിയോയെ കാണണം. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കാൻ, നല്ലപോലെ എക്സാം എഴുതാട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എന്താണ്? ഒരു ചെറിയൊരു പോർഷൻ, ഗ്രാമറിന്റെ ഒരു കുഞ്ഞു പോർഷൻ. ഈ ഒരു ഗ്രാമർ പോർഷൻ ഈ രീതിയിൽ മനസ്സിലാക്കിയാൽ ഡെഫിനറ്റ്ലി മാം ഇപ്പോൾ പറഞ്ഞു തരുന്ന ആ ഒരു രീതിയിൽ മനസ്സിലാക്കിയാൽ ഡെഫിനറ്റ്ലി മാമിന്റെ കുഞ്ഞുങ്ങൾക്ക് ഇതിൽ ഒരു ഡൗട്ടും ഉണ്ടാവില്ല. ഓക്കെ ആണല്ലോ? നമ്മൾ എത്ര ക്ലാസ്സിൽ നിന്ന് കേട്ടാലും അതല്ലെങ്കിൽ എത്ര പ്രാവശ്യം നമ്മൾ ഈ ഒരു ഏരിയ മനസ്സിലാക്കാൻ ശ്രമിച്ചാലും പലപ്പോഴും എല്ലാവർക്കും കൺഫ്യൂഷനാണ്. കാരണം എന്താണ്? ഇത് ഗ്രാമറാണ് അല്ലേ? അതേപോലെ തന്നെ ലാംഗ്വേജസിന്റെ എല്ലാത്തിൻ്റെയും ഗ്രാമർ പോർഷൻസ് നമ്മളെ സംബന്ധിച്ച് കുറച്ചൊരു എന്താ പറയുക, കുറച്ചൊരു പ്രയാസമുള്ളതാണ് അല്ലേ? അപ്പൊ അതിനെ നമുക്കൊന്ന് ഈസി ആക്കിയിട്ട് വളരെ സിമ്പിൾ ആക്കിയിട്ട് മാറ്റിയെടുക്കണ്ടേ? സോ അതിനാണ് മാം ഇത് ഇന്ന് വന്നിട്ടുള്ളത്. ഒരു കുഞ്ഞു പോർഷൻ മാം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ആ എക്സ്പ്ലനേഷൻ കണ്ടിട്ട് നിങ്ങൾ പറയണം, ഞങ്ങൾക്ക് മനസ്സിലായോ, മനസ്സിലായിട്ടില്ലേ, എങ്ങനെയാണ് എന്നുള്ളത്. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? അപ്പൊ എല്ലാവരും റെഡി ആയിക്കോളാം, പെട്ടെന്ന് റെഡി ആയിക്കോളാം. നമ്മുടെ ലൈവ്, നമ്മുടെ പബ്ലിക് ലൈവ് വരാനിരിക്കുന്നേ ഉള്ളൂ. അതിന്റെ മുന്നോടിയായിട്ടാണ് ഞാൻ നിങ്ങൾ മുന്നിലേക്ക് ഓടി പാഞ്ഞു വന്നിട്ടുള്ളത്. ഓക്കെ, യെസ്. അപ്പൊ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് സ്ക്രീനിൽ ഇവിടെ കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്യുന്നുണ്ട്. അൽമാലി വൽ മുലാരി അല്ലെ? ബേസിക്കലി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു എന്താ പറയാ ഗ്രാമർ ഏരിയയിലുള്ള ഒരു പോർഷൻ ആണ് മാലി അൽ മുലാരി അല്ലെ? ഒരു ഫിഅലിനെ മാലി എന്നും മുലാരി എന്നും അംർ എന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, തരം തിരിച്ചിട്ടുണ്ട് അല്ലേ? മാലി എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ് ആണ്, നമുക്കറിയാം, കഴിഞ്ഞു പോയ ക്രിയകളാണ്. അതല്ലെങ്കിൽ മുലാരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? യെസ്, ഫ്യൂച്ചർ ടെൻസ് ആണ്. അതായത് നമ്മൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും ഫ്യൂച്ചർ ആയിട്ടുള്ളതും. ഓക്കെ, ഫ്യൂച്ചർ മീൻസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും ഇനി വരാനുള്ളതും കൂടെ അതിൽ പെടുന്നുണ്ട്. അതേപോലെ തന്നെ അംർ എന്ന് പറഞ്ഞാൽ കൽപ്പനക്രിയയാണ് അല്ലേ? യെസ്. അപ്പൊ അതൊക്കെ നമുക്കൊന്ന് ഓർഡർ ഒരാളോട് നമ്മൾ ഓർഡർ ചെയ്യാണ്, നീ അവിടെ ഇരിക്കേ, നീ പോവോ, നീ അല്ലെങ്കിൽ ചെയ്യ്, ഇത് എടുക്കുന്നൊക്കെ പറയില്ലേ? അതിനെയാണ് നമ്മൾ അംർ എന്ന് പറയുക. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക? എങ്ങനെയാണ് നമ്മൾ എക്സാമിന് ഈ ഒരു ക്വസ്റ്റ്യൻ പോർഷൻ വന്നാൽ എന്ത് ചെയ്യും? ഇതാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. വളരെ ഈസിയാണ്, വളരെ സിമ്പിൾ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കുഞ്ഞു 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 ടെക്നിക്കുകൾ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടെക്നിക്കുകൾ മാം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? അപ്പൊ എല്ലാവരും റെഡി ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. ശരി. അപ്പൊ ഞാൻ മക്കളെ നോക്കിയേ, ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ വന്നിട്ടുള്ളത് അൽമാലി ആണ് അല്ലെ? അൽമാലി എന്താണ് മക്കളെ മാലി എന്ന് പറഞ്ഞാല്? അതിനൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഫക്കറ അല്ലെ? ഫക്കറ എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഫക്കറ എന്നുള്ളതിന്റെ മുന്നിൽ അതാണ് ബേസ് ആയിട്ടുള്ള ആ ഫോം. ഓക്കെ, ആ ഒരു ക്രിയയുടെ ബേസിക് ഫോം ആണ് ഫക്കറ. ഓക്കെ, അപ്പൊ അതിന്റെ മുൻപില് യാഓ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലെറ്റേഴ്സോ കടന്നു വന്നിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ കടന്നു വരാത്ത ക്രിയകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാലി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്താ പറയുക, വളരെ ഈസി ആയിട്ട് നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. എന്താ പറയുക, യാഓ അതല്ലെങ്കിൽ മറ്റ് ക്രിയകളോ അല്ലെങ്കിൽ മറ്റ് ലെറ്റേഴ്സോ കടന്നു വരാത്തതിനെയാണ് നമ്മൾ ഫീല് മാലി എന്ന് പറയാം. അതായത് കഴിഞ്ഞു പോയ ടെൻസ്, പാസ്റ്റ് ടെൻസ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയാം, ദഹബ. ഓക്കെ, ദഹബ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ എന്താണ്, നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അല്ലെ? അല്ലെങ്കിൽ ഒരുപാട് കേട്ടിട്ടുണ്ട്. ദഹബ എന്താണ്? ദഹബ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വിജയങ്ങളെ? ദഹബ യെസ്, പോയി എന്നാണ്. ദഹബ എന്ന് പറഞ്ഞാൽ പോയി. പോയി എന്ന് പറയുമ്പോൾ പോയി, അത് കഴിഞ്ഞല്ലോ, അത് കഴിഞ്ഞ ഒരു ക്രിയയാണോ? ഒരാൾ പോയിക്കൊണ്ടിരിക്കുകയാണോ? അല്ല. പോവും എന്ന് പറയാണോ? അല്ല. പോയി എന്ന് പറഞ്ഞാൽ എന്താ? അയാള് കടന്നുപോയി എന്നാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? യെസ്. അപ്പോൾ ഈ ഒരു ക്രിയയാണ് നമ്മൾ ഫിഅ്ലു മാളി എന്ന് പറയുന്നത്. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു. ഇനി ഫിഅ്ലു മുളാരി നോക്കിയേ. ഫിഅ്ലു മുളാരി ഇതിന്റെ മുൻപിൽ ഏതെങ്കിലും ലെറ്റേഴ്സ് വന്നിട്ടുണ്ടോ? ഉണ്ടോ? ഫക്കര, അസ്മറ, വഖഅ, ദഹബ, റജഅ. പിന്നെന്താണ്? ഈ രീതിയിലുള്ള ക്രിയകളാണ് എന്ത്? ഫിഅ്ലു മാളി. ഫിഅ്ലു മുളാരി എന്ന് പറഞ്ഞിട്ടെങ്കിൽ വളരെ ഈസിയാണ്. അതായത് ഫിഅ്ലു മുളാരി എന്ന് പറഞ്ഞാൽ
യാ ഓ അതല്ലെങ്കിൽ ആ നൂൻ, ഇത് രണ്ട് ഏത് ബേസിക്കലി യാ ആണ് അതിന്റെ മുൻപിൽ വന്നാൽ അതിന് നമ്മൾ ഫേൽ മുളാരി എന്നാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക. അതായത് ദഹബയുടെ മുന്നിൽ നമ്മൾ യാഇനെ ചേർത്താൽ എങ്ങനെ പറയാ? യദ്ഹബു. കണ്ടോ, അവസാനത്തിന് ലൊമ്മ കൊടുത്തു. അവസാനത്തെ ലെറ്ററിന് എന്താ കൊടുത്തത്? ലൊമ്മ കൊടുത്തു. ഇവിടെ നോക്കി ഫക്കറേനെ നമ്മൾ നോക്കിയ യുഫക്കിറു, അതിന് മുന്നേ ഉള്ളതിന് കെസറും അല്ലെ, ലൊമ്മിന്റെ മുൻപ് ഉള്ള ലെറ്ററിന് കെസറും കൊടുത്തു അല്ലെ. അതേപോലെ എന്താണ് നെക്സ്റ്റ് വന്നിട്ട് യെസ് അടുത്തത് എന്താണ്? യുസ്മിറു. എന്താണ്? യുസ്മിറു. നോക്കിയേ അസ്മറ യുസ്മിറു, കണ്ടോ. ബേസിക്കലി നിങ്ങൾ ഇങ്ങനെ നോക്കിയാൽ മതി, യാ ഉണ്ടോ നോക്കിയാൽ മതി. ബാക്കി ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മുതിർന്ന ക്ലാസ്സിൽ പഠിക്കാം. ഇപ്പൊ നിങ്ങൾ ഈ ഒരു കാര്യം മാത്രം ഒന്ന് ഐഡന്റിഫൈ ചെയ്താൽ മതി, യാ ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. ഇനി നോക്കി, യാ മാത്രമല്ല വരിക ഫേൽ മുളാരിയിൽ യാ, അതേപോലെ സ്ത്രീലിംഗത്തിലേക്ക് വരുമ്പോൾ യാഇന് പകരം താ ആണ് വരിക. പിന്നെ അഫ്അലു നഫ്അലു ഇതൊക്കെ അതിൽ പെടും. ഓക്കെ, അപ്പൊ ഏതായാലും അങ്ങനെയുള്ള ആ ഒരു പോർഷൻ മാത്രം, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ട്രിക്ക് മാത്രം മൈൻഡിൽ വെക്കാം. അടുത്തത് അതിന് നോക്കിയേ, ഇനി തൊട്ട് താഴെ ഫിഅല് മാളിയെ അല്ലെ, ഫിഅല് മാളിയെ നമുക്കൊന്ന് സെർഫ് ചെയ്യാം. ഇത് എന്തിനാണെന്നറിയോ? നിങ്ങൾക്ക് ഈ കുറച്ച് ലൊമീറുകൾ പഠിക്കാനുണ്ട്. ആ ലൊമീറുകൾ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് മാം ഈ രീതിയിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. ഓക്കെ ആണല്ലോ, ശരി. അപ്പൊ നോക്കിയേ, ഫഅല എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഫഅല. ഒന്ന് ഉറക്കെ മാമിന്റെ കൂടെ ഒന്ന് പറഞ്ഞു നോക്കണം. എങ്കിൽ ഞാൻ എല്ലാ കുഞ്ഞുങ്ങളോടും പറയാറുണ്ട്, നമ്മൾ ക്ലാസ് കേട്ടാൽ മാത്രം പോരാ, നമ്മുടെ കയ്യിൽ ഒരു പേനയും അതേപോലെ ബുക്കും ഉണ്ടാവണം. അതേപോലെ നമ്മളിങ്ങനെ പറയുമ്പോൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഇങ്ങനെ ഈ ചെവി കൂടെ കേട്ടിട്ട് എന്താ ചെയ്യുക? ഈ ചെവി കൂടെ ഇങ്ങനെ അങ്ങോട്ട് ഒഴിവാക്കി കളയാം. ഓക്കെ ആണല്ലോ, അങ്ങനെ ചെയ്യണം കേട്ടോ. അങ്ങനെ എങ്ങനെ ചെയ്താ മനസ്സിലായല്ലോ? എക്സാമിന്റെ ആ ഒരു ഹാളിൽ വെച്ച് നിങ്ങൾ അല്ലോ പഠിച്ചോനെ ഇതെന്തായിരുന്നല്ലോ പറഞ്ഞത്, എനിക്ക് ഓർമ്മയുണ്ടല്ലോ, ഇത് എവിടെയോ ഒരു മിന്നി കത്തുന്നുണ്ടല്ലോ, ഇത് അന്ന് ശരിക്കും കേട്ടാൽ മതിയായിരുന്നു. ഇങ്ങനെ ആലോചിക്കും നിങ്ങൾ, മനസ്സിലായോ? അതുകൊണ്ട് ഇങ്ങനെ കയറ്റി ഇതേപോലെ ഇറക്കി വിടാതെ ഇതേപോലെ ഈ ചെവിയിലൂടെ കേട്ടിട്ട് ഇവിടെ സ്റ്റോർ ചെയ്യണം. മനസ്സിലായല്ലോ? യെസ്. അപ്പൊ നോക്കിയേ, ഫഅല. ഫഅല എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ മക്കളെ? ഫഅല ഫിഅല് മാളിയിലെ സർഫാക്കുമ്പോൾ ഫഅല എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ ഒരാൾ പ്രവർത്തിച്ചു. അവൻ ഒരാൾ എന്ത് ചെയ്തു? പ്രവർത്തിച്ചു. ഫഅല എന്ന് പറഞ്ഞാലോ, അങ്ങനെ പറയുമ്പോൾ എന്താ വരിക? മാം ജസ്റ്റ് ഇവിടെ എഴുതി കൊടുക്കുന്നുണ്ടോ, ഒരു വൺ പേഴ്സൺ ആണ് ഇവിടെ റെപ്രസെന്റേറ്റ് ചെയ്ത് പറയുന്നത്. ഒരാൾ എന്ത് ചെയ്തു? പ്രവർത്തിച്ചു. ഫഅല എന്ന് പറഞ്ഞാൽ ആരാണ്? 2 പേർ പ്രവർത്തിച്ചു. 2 പേർ. ആരാണത്? ബോയ് ആണോ ഗേൾ ആണോ? ബോയ് ആണ് കേട്ടോ. ബോയ്, 2 ബോയ് അല്ലെങ്കിൽ ഒരു ബോയ് അല്ലെ. അപ്പോൾ ഇവിടെ ബോയിനെയാണ് റെപ്രസെന്റേറ്റ് ചെയ്ത് പറയുന്നത്. ഫഅല ഒരു ബോയ് പ്രവർത്തിച്ചു. ഫഅല 2 ബോയ്സ് പ്രവർത്തിച്ചു. ഫഅലു കുറെ ബോയ്സ് എന്ത് ചെയ്തു? പ്രവർത്തിച്ചു. ഓക്കെ, 3ഓ അതിലധികമോ ബോയ്സ് എന്ത് ചെയ്തു? പ്രവർത്തിച്ചു. ഓക്കെ ആണല്ലോ. ഇനി ഫഅലത്ത് കണ്ടോ, നമ്മൾ സ്ത്രീകൾക്ക് ഞങ്ങൾ സ്ത്രീകൾക്ക് അല്ലെ, അപ്പൊ ഞങ്ങൾ സ്ത്രീകൾക്ക് എന്താണ്? ഞങ്ങളെ ഒരു ഫ്രണ്ടാണ് താ. ഓക്കെ, ആ തായിനെ കൊണ്ട് ഞങ്ങൾ എപ്പോഴും എവിടെ ദുനിയാവിന്റെ ഏതറ്റത്ത് പോവുകയാണെങ്കിലും ഞങ്ങളെ കൂടെ ആരുണ്ടാകും? താ ഉണ്ടാവും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ താ എപ്പോഴും ഞങ്ങളെ കൂടെ ഉണ്ടാകാറ് എപ്പോഴും മീൻസ് ബേസിക്കലി സ്ത്രീകളെ പറയുമ്പം താ കൂടെ ഉണ്ടാവും. എന്നാൽ താ അല്ലാത്ത സന്ദർഭങ്ങളിലും താ ഇല്ലാത്ത സന്ദർഭങ്ങളും നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, അപ്പൊ നോക്കിയേ, ഫഅല എന്നുള്ളതിന്റെ കൂടെ താ ആഡ് ചെയ്തപ്പോ ഫഅലത്ത് എന്നായി. എന്താണ്? ഫഅലത്ത്. അപ്പൊ എന്താണ്? ഒരു 1 ഗേൾ അല്ലെ, ഒരു 1 ഗേൾ പ്രവർത്തിച്ചു. രണ്ടാമത്തത് ഫഅലത. അപ്പൊ 2 ഗേൾസ് പ്രവർത്തിച്ചു. ഈ അലിഫാണ് കേട്ടോ ഇതിന്റെ ഒരു സിമ്പിൾ എന്ന് പറയുന്നത്. ഈ അലിഫാണ് നമ്മുടെ 2 എന്നുള്ളതിന്റെ സിമ്പിൾ വരുന്നത് കേട്ടോ. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് എന്താണ്? ഫഅൽന. കണ്ടോ, അവിടെ നോക്കൂ, ഫഅലു എന്നാണോ അല്ലെങ്കിൽ ഫഅലതു എന്നാണോ പറഞ്ഞത്? അല്ല, ഫഅൽന. ഓക്കെ, അത് അങ്ങനെ തന്നെ പഠിച്ചിരിക്കണം കേട്ടോ. ഇനി നെക്സ്റ്റ് വന്നിട്ട് എന്താണ്? നെക്സ്റ്റ് വന്നിട്ട് നോക്കാം, മുളാരിയിൽ എങ്ങനെയാണ് വരുന്നത് മക്കളെ? യഫ്അലു. എങ്ങനെയാ വരുന്നത്? യഫ്അലു യഫ്അലാനി അല്ലെ. യഫ്അലു എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ ഒരു ബോയ് പ്രവർത്തിക്കുന്നു അല്ലെ. മുളാരിയാണ് അല്ലെ. ഒരു ബോയ് എന്ത് ചെയ്യുന്നു? പ്രവർത്തിക്കുന്നു. യഫ്അലാനി എന്ന് പറഞ്ഞാലോ 2 ബോയ്സ് പ്രവർത്തിക്കുന്നു. എത്ര ബോയ്സ് ആണ്? 2 ബോയ്സ് പ്രവർത്തിക്കുന്നു. യഫ്അലൂന എന്ന് പറഞ്ഞാലോ 3ഓ അതിലധികമോ ബോയ്സ് എന്ത് ചെയ്യുന്നു? പ്രവർത്തിക്കുന്നു. ഓക്കെ,
മേലെ പറഞ്ഞത് മാലിയാണ്, പ്രവർത്തിച്ചു എന്നാണ്. താഴെ പറയുന്നത് മുലാരിയാണ്, പ്രവർത്തിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി തഫ് അലു. അപ്പൊ അവിടെ ആരാണ് താവ് വന്നതുകൊണ്ട് നമുക്ക് മൈൻഡിലേക്ക് വേഗം കത്തണം. ആരാത്? Who's that? Yes, it is a girl. അല്ലെ? അപ്പോ നമ്മൾ എങ്ങനെ ഇവിടെ എങ്ങനെയാണ് പറയാ? യെസ്, ഒരു ഗേൾ എന്ത് ചെയ്തു? പ്രവർത്തിച്ചു. തഫ്അലാനി, രണ്ട് ഗേൾസ് പ്രവർത്തിച്ചു. ആൻഡ് തഫ്അലൂന എന്നാണോ വന്നത്? അല്ല, നോക്കിയേ, നിങ്ങൾക്ക് കാണാൻ പറ്റും യഫ്അൽന എന്നാണ് വന്നിട്ടുള്ളത്. യഫ്അൽന. ഓക്കെ, അത് നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചിരിക്കണം. കാരണം നിങ്ങൾക്ക് ബോക്സ് തന്നിട്ട് അതിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് തരും, ക്വസ്റ്റ്യൻ തരും. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ എഴുതാൻ പറ്റും. എന്നാൽ നന്നായി പഠിക്കാത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതായത് ശ്രദ്ധിച്ചൊന്നും ഇരിക്കാതെ എന്താ പറയാ, അപ്പുറത്തോനെ ഇങ്ങനെ തൊണ്ടി ഇവനെ ഇങ്ങനെ എന്താ പറയാ പിച്ചിയൊക്കെ ഇരിക്കുന്ന സമയത്ത് അങ്ങനത്തെ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ സമയത്ത് ഇങ്ങനെ മൈൻഡിലേക്ക് ഇത് എവിടെയോ കേട്ട് പരിചയമുണ്ടല്ലോ, അങ്ങനെ ഒരു സാധനം വരും. അപ്പൊ അതൊന്നും വരാണ്ടിരിക്കാനാണ് മാം എന്ത് ചെയ്യുന്നത്? നന്നായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പറയണം കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയ നിങ്ങൾ ക്ലിയർ ആവാത്തവർ ഒന്നും കൂടെ ജസ്റ്റ് റിവൈസ് ചെയ്ത് കാണണം, ഡെഫിനറ്റ്ലി. ഓക്കെ, ഇനി അടുത്തത് ജസ്റ്റ് വേഗം പോവാട്ടോ. നമുക്ക് ഈ കുഞ്ഞു കണ്ടന്റ് മാത്രമാണ് മാം ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്, വളരെ ഈസി ആയിട്ട്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കഷൻ ചെയ്തിട്ടാണ് നമ്മുടെ ലൈവ് ഉണ്ടാവുക. സോ എല്ലാവരും കാണാം കേട്ടോ. യെസ്, ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ലൊമീർ. ആരാ മക്കളെ ഈ ലൊമായിറുകള്? ആരാ ലൊമായിർ? നിങ്ങളുടെ ഫ്രണ്ട്സ് ആണോ? ലൊമായിർ എന്ന് പറഞ്ഞാൽ എന്താണ്? അവരെ കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യണം എന്നറിയോ? ഈ ലൊമായിറുകളെ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിലേക്ക് ഇങ്ങനെ ഓടിച്ചാടി വരണം. അവൻ, അവൾ, അല്ലെ? ആ ഒരു സാധനം. അവൻ, അവൾ, നീ, നിങ്ങൾ, നിന്റെ, ഈ സാധനങ്ങളുണ്ടല്ലോ, ഈ ഒരു എന്താ പറയാ, ഈ ഒരു ടേംസ്, അതല്ലെങ്കിൽ ഈ ഒരു വേർഡ്സ്, അവന്റെ വീട്ടിൽ പോയി, അല്ലെങ്കിൽ ഞാൻ അവളുടെ വീട്ടിൽ പോയി, അതിനെയാണ് നമ്മൾ ലൊമായിർ എന്ന് പറയാം. ഈ ലൊമീറുകള് നന്നായി ശ്രദ്ധിക്കണേ. ലൊമീറുകൾ ഇതേപോലെ വേർഡ്സ് ഓരോ സെന്റൻസിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചിലപ്പോൾ നമുക്ക് ഓരോ സെന്റൻസിലും എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ കറക്റ്റ് എന്താ പറയാ, ആ ഒരു വേർഡ് ആയിക്കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. എന്നാൽ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു വേർഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ആ ഫിഅലിന്റെ, ആ ഒരു പ്രവൃത്തിയുടെ ഉള്ളിലാണ് അതിനെ എന്ത് ചെയ്യാൻ പറ്റുക? കാണാൻ പറ്റുക. അപ്പൊ അത് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇതിന്റെ ഉള്ളിൽ ചിലപ്പോൾ ഉണ്ടാവും, അത് നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ നോട്ട് ചെയ്താൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇവിടെ ലൊമീർ ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് നെക്സ്റ്റ് വന്നിട്ട് എന്താണ് വന്നിട്ടുള്ളത്? യെസ്. ഹുവ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹുവ എന്ന് പറഞ്ഞാൽ അവൻ എന്നാണ് കേട്ടോ. ഹുവ എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ. ഓക്കെ, ഹുവ അവൻ. ഹുമാ എന്ന് പറഞ്ഞാലോ അവൻ രണ്ടാൾക്കാർ, അല്ലെ? രണ്ട് ബോയ്സിനോടാണ് പറയുന്നത്. ഹുമാ അവര് 2 പേര്, അല്ലെ? ഹുമാ അവര് 2 പേരും. ഹും എന്ന് പറഞ്ഞാലോ അവര് കുറേ പേർ. ഹും എന്ന് പറഞ്ഞാൽ എന്താണ്? അവര് കുറേ പേർ എന്നാണ് കേട്ടോ. ഹുമാ എന്ന് പറഞ്ഞാൽ എന്താണ്? അവര് 2 പേരാണ്. ഹും എന്ന് പറഞ്ഞാൽ അവര് കുറേ പേർ. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? സെറ്റ് ആണല്ലോ? യെസ്. ഇനി അടുത്തത് ഹിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിയ. യെസ്, ഹിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ ഒരാൾക്കാണ് പറയാട്ടോ. അവൾ ഒരാൾക്കാണ് നമ്മൾ ഹിയ എന്ന് പറയാട്ടോ. അവൾ ഒരാൾക്ക്, അതായത് ഒരു ഗേളിനെ നമ്മൾ പറയൂലേ, അവൾ നല്ല സുന്ദരിയായിട്ടുണ്ട്, അല്ലെ? അല്ലെങ്കിൽ അവൻ നന്നായി ഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വേറെ പദത്തിൽ കൂട്ടി പറയാതെ വേറെ പറയുന്നതിനെയാണ് നമ്മൾ ലൊമീറിനെ കാണുന്ന ലൊമീർ എന്ന് പറയാം. അത് നിങ്ങൾക്ക് വേറെ പഠിക്കാനുണ്ട്. എന്നാൽ ലൊമീർ അതിൻ്റെ ഉള്ളിൽ അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നേരത്തെ നമ്മൾ പഠിച്ചു യഫ്അലു, അല്ലെ? യഫ്അലു എന്നുള്ള വേർഡ്, യഫ്അലു. ഓക്കെ, യഫ്അലു എന്നുള്ള വേർഡിനെ, ആ വേർഡിന്റെ ഉള്ളിൽ ഒരു ലൊമീർ ഉണ്ട്. അതെ, ഏത് ലൊമീറാന്ന് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അത് ഏത് ലൊമീറാണ്? യെസ്, ഹുവയാണ്. ഹുവ. കാരണം അവൻ പ്രവർത്തിച്ചു എന്നതാണ് യഫ്അലുവിന്റെ ഉള്ളിലുള്ളത്. എങ്കിൽ തഫ്അലു എന്നുള്ളതിന്റെ ഉള്ളിലോ ഏതായിരിക്കും? അവൾ പ്രവർത്തിച്ചു. അല്ലെങ്കിൽ ഫഅലത്ത് എന്ന് പറഞ്ഞാലും ഹിയ ആണ് അതിൻ്റെ ഉള്ളിലുള്ളത്. ഓക്കെ, ഇനി നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതിന്റെ ഒരു ബാക്കി സെക്ഷനും കൂടെ നമുക്ക് കംപ്ലീറ്റ് ആക്കാം. അപ്പോൾ
ഹിയ ഹുമ ഹും. അപ്പൊ ഇവിടെ നമ്മൾ രണ്ട് എന്താ പറയാ രീതിയിൽ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ കാണാൻ പറ്റും. ഇത് ഹുവക്കും ഹിയക്കും, ഈ രണ്ടാൾക്കും, അവനും അവളും അല്ലെ, ബോയ്ക്കും ഗേളിനും സെയിം ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഹുമ. ഓക്കെ, 2 ബോയ്സ് 2 ഗേൾസ് എന്ന് പറയുന്നതിന് സെയിം ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത്, ഹുമ. ഇനി ഇവിടെ വരുമ്പോഴാണ് 3ഓ 3-ലധികമോ ആളുകളെ നമ്മൾ പറയുന്നതിനെ വരുമ്പോഴാണ് ചെറിയൊരു വ്യത്യാസം വരുന്നത്. ഹും എന്ന് പറഞ്ഞാൽ ബോയ്സ് കുറെ 3 പേർ, ബോയ്സ് 3-ലധികം പേർ. എന്നാൽ എന്താ പറയാ, ഹുന്ന എന്ന് പറഞ്ഞാൽ എന്താണ്, ഗേൾസ് ഒരുപാട് പേർ. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഹുവ ഒരു ബോയ്, ഹുമ 2 ബോയ്, ഹും കുറെ ബോയ്സ്. ഹിയ ഒരു ഗേള്, ഹുമ 2 ഗേള്, ഹുന്ന എത്ര ഗേളാ, ഒരുപാട് ഗേൾ. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഈ ഒരു സാധനം, ഈ ഒരു ടേബിൾ നിങ്ങൾ മൈൻഡിൽ അങ്ങോട്ട് ഉറപ്പിച്ച് വെക്കുക. ഓക്കെ, ഇതിങ്ങനെ ഉറപ്പിച്ച് വെച്ചിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ പരീക്ഷ ഹാളിൽ പോയിട്ട് ബബ്ബ അടിക്കും. ഓക്കെ, അപ്പൊ റെഡി. അപ്പൊ നോക്കിയാൽ ഇവിടെ ഒരു ചെറിയൊരു എന്താ പറയാ, ഒരു കോളംസ് കൊടുത്തിട്ടുണ്ട്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. നോക്കൂ മക്കളെ, യസ്തമിഉ, ഞാൻ അതാണ് പറഞ്ഞത് കേട്ടോ. ഈ യസ്തമിഉ എന്നുള്ള വേർഡിന്റെ ഉള്ളിലുള്ള ലൊമീർ ഏതാ കുഞ്ഞുങ്ങളെ? ഈ യസ്തമിഉ എന്നുള്ള വേർഡിന്റെ ഉള്ളിൽ ഒരു ലൊമീർ ഉണ്ട്, അതേതാണ്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? യെസ്, ഏതാണ്? ഹുവയാണ്. ഓക്കെ, ഹുവ എന്നുള്ള ലൊമീർ ആണ് യസ്തമിഉ എന്നുള്ളതിന്റെ ഉള്ളിലുള്ളത്. യസ്തമിആനി എന്ന് 2 ആള് കേട്ടു അല്ലെ. അപ്പോ ആ 2 പേർ എന്നുള്ളതിന്റെ ഉള്ളിൽ, യസ്തമിആനി എന്നുള്ളതിന്റെ ഉള്ളിലുള്ള ലൊമീർ ഏതാണ്? ഹുമാ. ഏതാണ്? ഹുമ അല്ലെ. നേരത്തെ നമ്മള് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഫിഅൽ മുളാരിയാണത് അല്ലെ. യഫ്അലു യഫ്അലാനി അല്ലെ, യസ്തമിഉ യസ്തമിആനി. ഇനി അടുത്ത് നോക്കിയേ, അങ്ങനെ ആവുമ്പോ നെക്സ്റ്റ് ഏതാ വരിക? യസ്തമിഊന അല്ലെ, യസ്തമിഊന. മാം ജസ്റ്റ് ഇവിടെ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്, യസ്തമിഊന. നോക്കിയേ, യസ്തമിഊന, കണ്ടോ? യസ്തമിഊന. ഓക്കെ ആണല്ലോ. അപ്പോ ഇതാണ്, ഈ രീതിയിലാണ് നമ്മൾ ഇതിനെ ഫില്ല് ചെയ്യുക. അടുത്ത നോക്കിയേ, നെക്സ്റ്റ് വന്നിട്ട് തഅലമു തഅലമാനി അല്ലേ, വെരി ഗുഡ്, തഅലമാനി. അപ്പൊ ഇതിന്റെ ഉള്ളിലുള്ള ലമീർ ഏതാ? നിങ്ങൾ പറഞ്ഞേ, ഇതിന്റെ ഉള്ളിലുള്ള ലമീർ ഏതാ മക്കളെ? ഏതാണ്? ഹുവയാണോ? തഅലമു എന്നുള്ളതിന്റെ ഉള്ളിലുള്ള ലമീർ ഏതാ? ഹുവയാണോ? അല്ല, ഹിയയാണ് അല്ലെ, ഹിയ അല്ലെ. അതെന്താ? ഗേളിനെ റെപ്രസെന്റേറ്റ് ചെയ്ത് പറയുന്ന വേർഡാണ് തഅലമു അല്ലെ. യെസ്, അപ്പോ തഅലമു തഅലമാനി. അപ്പൊ തഅലമാനി വരുമ്പോ ഒബ്വിയസ്ലി ഹുമ തന്നെയാണ്, കാരണം ഈ രണ്ടിനും നമ്മൾ കൊടുക്കുന്ന സെയിം വേർഡാണ് ഹുമ അല്ലെ. അടുത്തത് യഅലംന അല്ലെ. ഈ യഅലംന എന്നുള്ള വേർഡിലെ ഈ ഒരു കാര്യം ഉണ്ടല്ലോ, ആ ഒരു കാര്യം മൈൻഡിലേക്ക് കൊടുത്താൽ മതി. അവിടെ നമുക്ക് ഹുന്നയാണ് അവര് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. അതേപോലെ ഇതൊന്ന് ഫിൽ ചെയ്ത് നോക്കിയേ. യൻലുറാനി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് വൺ ഏതായിരിക്കും? യൻലുറു. ഏതായിരിക്കും? യൻലുറു. ഓക്കെ ആണല്ലോ. യൻലുറാനി യൻലുറൂന. തജ്അലു തജ്അലാനി. ഏതാ വരിക? യജ്അൽന. എല്ലാവർക്കും മാറിപ്പോകുന്ന ഒരു ഏരിയ ആണിത്. ഏതെന്നറിയോ? ഈ എല്ലാവരും അവിടെ കൊണ്ടുപോയിട്ട് എന്താ ചെയ്യാന്നറിയോ? എന്താ ചെയ്യുക? താ വെച്ചിട്ട് എഴുതും, തജ്അൽന വെച്ചിട്ട് എഴുതും. അപ്പൊ അങ്ങനെ ചെയ്യരുത്, യജ്അൽനയാണ് അവിടെ വരേണ്ടത് കേട്ടോ. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. യെസ്. ഇനി നമ്മൾ പാഠഭാഗത്തിൽ വന്നിട്ടുള്ള കുറച്ചൊരു കണ്ടന്റ് ആണ്, നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഹുവ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം അവനാണ്, ഹീ ആണ് അല്ലെ. ഹുമ അവരെത്ര ബോയ്സ് ആണ്? 2 ബോയ്സ് ആണ് അല്ലെ. ഇനി ഹും അവർ കുറേ ബോയ്സ് ആണ്. ഓക്കെ, അടുത്തത് ഹിയ ഒരു ഗേളാണ്, ഹുമ 2 ഗേളാണ്, ഹുന്ന ഒരുപാട് ഗേൾസ് ആണ്. ഞാൻ ഇതിവിടെ എഴുതി എന്തിനാണെന്നറിയോ? നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ്. നോക്കിക്കോട്ടോ. ഹുവ അവൻ, ആലിമുൻ. കണ്ടോ? ഹുവ ആലിമുൻ. കണ്ടോ? അവൻ ആരാണ്? ഒരു ആലിമാണ്. ഫി ഉലൂമുൽ ഇജ്തിമാഇയ്യ, ഉലൂമുൽ ഇജ്തിമാഇയ്യയിൽ അവൻ ഒരു ആലിമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഇവിടെ നോക്കിയേ, ഇവിടെ ആലിമുൻ എന്നാണ് പറഞ്ഞത്. ആലിമൂനാന്നോ ആലിമാനിന്നോ ഒന്നുമല്ല. കാരണം എന്താണ്? അവിടെ ഹുവ എന്നുള്ളത് മാത്രമാണ് അവിടെ വന്നിട്ടുള്ളത് അല്ലെ. ഹുവ എന്നുള്ളിടത്ത് ഹുമ ആണ് വന്നതെങ്കിൽ അവിടെ എന്ത് ചെയ്യും? മാറും. ഓക്കെ, അപ്പൊ ആ രീതിയിൽ പഠിക്കുക കേട്ടോ. ഹുവ ആലിമുൻ. അടുത്തത് ഏതാ കുഞ്ഞുങ്ങളെ? നെക്സ്റ്റ് വന്നിട്ട് ഹുമാ. ഹുമാ കണ്ടോ? ഹുമാ എന്ന് പറഞ്ഞാൽ 2 ആളാണ്. 2 ആളെന്ന് പറയുമ്പോ തന്നെ ആനി വരണം. ആനി അല്ലെ, ആനിയല്ല ആനി. ഓക്കെ, അപ്പൊ
ഹുമാ ദാരിസാനി. ഏതാണ് വരുന്നത്? ഹുമാ ദാരിസാനി. ഓക്കെ, അടുത്തത് ഹും. ഹും എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് പേർ. ഹും എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്കാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഹും ദാഹിബൂന. കണ്ടോ, ബോയ്സ് ആണ് കേട്ടോ. വാവും നൂനും നമ്മുടെ എഴുതി കൊടുക്കുക, അലിഫുൻ നൂനും. ഓക്കെ, രണ്ടാൾക്ക് അലിഫുൻ നൂനും, മൂന്നോ അതിലധികമോ ആൾക്ക് ബോയ്സിനാണെങ്കിൽ വാവും നൂനും. ഓക്കെ ആണല്ലോ. ഇനി ഹിയ, അവൾ കാത്തിബത്തുൻ, അവൾ ഒരു എഴുത്തുകാരിയാണ് അല്ലെ. അപ്പോ ഹിയ കാത്തിബത്തുൻ. അടുത്തത് ഹുമാ, അവർ രണ്ട് ഗേൾസ് ആരാണ്? ലായിബത്താനി അല്ലെ. യെസ്, അവർ കളിക്കുന്നവരാണ്, രണ്ട് ഗേൾസ് അല്ലെ. അപ്പൊ ഇവിടെ കണ്ടോ ആനി വന്നത്. ഹുന്ന, അവർ കുറേ ഗേൾസ്. കാദിമാത്തുൻ, കണ്ടോ അലിഫും താവും ജമ്മു മുഅന്നസ് സാലിമാണ് അല്ലെ. ജമ്മു മുഅന്നസ് സാലിമിന്റെ സിമ്പിൾ ആണ് എന്ത്? അലിഫും താവും. ഓക്കെ, അപ്പൊ അത് മറന്നു പോകരുത്. ജമ്മു മുഅന്നസ് സാലിമാണ് ഈ ഹുന്നയിൽ വരിക കേട്ടോ. ഹുന്ന ഇറ്റ് ഇസ് എന്താ പറയാ, ഇറ്റ്സ് ഈക്വൽ ടു എന്താ പറയാ ജംഅ മുഅന്നസ് സാലിം. അത് മൈൻഡിൽ കൊടുക്കണം കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കാം അല്ലെ. ഫാഇലുൻ, ഫാഇലാനി, ഫാഇലൂന, ഫാഇലത്തുൻ, ഫാഇലതാനി, ഫാഇലാത്തുൻ അല്ലെ. അങ്ങനെ ആ രീതിയിലൊന്ന് നമുക്ക് ഇത് ചെയ്തു നോക്കാം. ജാലിസുൻ എങ്ങനെ വരിക? ജാലിസാനി അല്ലെ, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്തതാണ്. ജാലിസൂന. അടുത്തത് ജാലിസത്തുൻ, ജാലിസത്തുൻ, ജാലിസത്താനി, ജാലിസത്താനി, ജാലിസാത്തുൻ. അപ്പൊ ഇതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതാണ് നിങ്ങൾ തെറ്റിക്കാനുള്ള ഒരു ചാൻസ് ഉള്ളത്. ഓക്കെ, ജാലിസാത്ത് എന്ന് പറയുമ്പോൾ ജമ്മു മുഅന്നസ് സാലിമാണ്. അതിന് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. ഹുന്ന മാം ഇവിടെ എഴുതി തരാം, ഇസ് ഈക്വൽ ടു എന്താണ്? ജംഉ മുഅന്നസ് സാലിം. എന്താണ്? ജംഉ മുഅന്നസ് സാലിം. അപ്പോ ഈ ജംഉ മുഅന്നസ് സാലിമാണ് ഹുന്ന. അതായത് അലിഫും താവും അതിന്റെ കൂടെ ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഒരു ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ, ഇല്ലെങ്കിൽ മറന്നു പോവേ. എക്സാമിന് തെറ്റിക്കും, എനിക്ക് ഷുവറാണ്. ഈ ഒരു സ്ഥലത്ത് നിങ്ങൾ ഒരുപാട് പേര് മിസ്റ്റേക്കുകൾ മാം കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. അതിന് നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കിയിട്ട് നമ്മൾ ഈ ഒരു കണ്ടന്റ് ഇതേ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. യെസ്, അപ്പൊ ഈ രീതിയിലാണ് മാം എന്ത് ചെയ്യാൻ പോവാ. ഒരുപാട് ഗ്രാമർ പോർഷൻ നമുക്ക് മുലാഫ് ഇലഹി ഉണ്ട്, നാഅത്ത് മനോഅത്ത് ഉണ്ട്, അങ്ങനെ കുറേ എന്താ പറയുക ഗ്രാമർ പോർഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ ഈസി ആയിട്ട് വളരെ സിമ്പിളായിട്ട് ട്രിക്കിലൂടെ നമുക്ക് പഠിക്കണം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് ശ്രദ്ധിച്ച് ലൈവൊക്കെ കാണുമ്പോൾ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ശരി, അപ്പം ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് നമുക്ക് നിർത്താം. യെസ്, അൻത തശ്രിബു അൻതുമാ തശ്രിബാനി ഡേഷ് തശ്രിബൂന. ഏതായിരിക്കും? അൻത എന്ന് പറഞ്ഞാൽ മാം ഇവിടെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം കേട്ടോ. അൻത, അൻതി, അൻത, അൻതുമാ, അൻതുമാ, അൻതും അല്ലെ. അൻത, അൻതുമാ, അൻതും, അൻതി, അൻതുമാ. കാണുന്നുണ്ടോ? ഉണ്ട് അല്ലെ. അൻതുമാ, എൻ്റെ കൂടെ പറയണം കേട്ടോ. അൻതുമാ, അൻതുന്ന, യെസ്, അന, നഹ്നു. ഓക്കെ, യെസ്. നോക്കിയോ മക്കളെ, ഇവിടെ നോക്കിക്കോട്ടോ. ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഇതിൽ വന്നിട്ടുണ്ട്, അത് ഞങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ ഈ ഒരു ബോക്സിൽ. ഓക്കെ, അൻത എന്ന് പറഞ്ഞാൽ എന്താണ്? നീ ഒരാൾ, നീ ഒരാൾ, നിന്നെയാണ് പറയണത്. ഓക്കെ, നീ ഒരാൾ അല്ലേ. അൻത, നീ ഒരാൾ. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ടായിരുന്നു, ഈ ഗേൾസിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും എന്താണ് കി അല്ലെങ്കിൽ തി അങ്ങനെ കെസറിട്ടിട്ടാണ് വരിക. ബോയ്സിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് പറയുമ്പോൾ ക അല്ലെ, കലമുക്ക നിന്റെ പേന, കിതാബുക്ക നിന്റെ ബുക്ക് അല്ലെ. അതൊരു ഗേളിനോടാണെങ്കിലോ പറയുന്നത് കിതാബുക്കി. ഞങ്ങൾക്ക് എപ്പോഴും റെസ്പെക്റ്റാ അല്ലെ. അങ്ങനെ എടാ കിതാബുക്കി എന്നൊക്കെ പറയുമ്പോൾ കലമുക്കി എന്നൊക്കെ പറയുമ്പോൾ ഒരു എന്തോ ഒരു റെസ്പെക്റ്റ് അവിടെ കിടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒരു സ്നേഹമോ അങ്ങനെ എന്തൊക്കെയോ അവിടെ കിടക്കുന്നുണ്ട്. നാളെ എന്നെ കാണാൻ വരുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് കാണുന്ന സമയത്ത് നിങ്ങൾ എന്നെ പൊങ്കാലിടാൻ വരരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ ആ ഒരു വാക്കിലാണ് ഞാൻ പറയണത്. എന്താ പറയുക, അൻത എന്ന് പറയണേക്കാളും എന്തോ ഒരു ഇത്തിരി സ്നേഹക്കൂടുതലുണ്ട് അൻതി എന്ന് പറയാൻ അല്ലേ. അത് എൻ്റെ മാത്രം തോന്നലാണോ എന്ന് എനിക്കറിയില്ല. എനിവേ ആ ഒരു ഫീലാണ് എനിക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അൻത, അൻതുമാ. അൻതുമാ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ ഹുമാ എന്ന് പറഞ്ഞില്ലേ, ആ സാധനം. അൻതുമാ രണ്ട്, നിങ്ങൾ രണ്ട് പേർ, നിങ്ങൾ രണ്ട് പേരാണ് അവിടെ. അതാണ് ശ്രദ്ധിക്കേണ്ടത്. നീ ഒരാൾ, നിങ്ങൾ രണ്ട് പേർ, അൻതും നിങ്ങൾ കുറേ പേർ. എന്താണ്?
അൻതും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് പേരാണ്. ഓക്കെ, അപ്പൊ അത് മൈൻഡിൽ ഇരിക്കണം കേട്ടോ. അൻത എന്ന് പറയുമ്പോഴേക്ക് നീ എന്നുള്ള ആ ഒരു സംഭവം മൈൻഡിലേക്ക് വരണം. അടുത്തത് അൻതി, നീ ഒരു ഗേൾ അല്ലെ. അൻതി, നീ ഒരു ഗേൾ ആണ്. അൻതുമ, നിങ്ങൾ 2 ഗേൾസ് ആണ്. അൻതുന്ന, നിങ്ങൾ ഒരുപാട് ഗേൾസ്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? യെസ്. ഇനി നെക്സ്റ്റ് വന്നിട്ട് എന്താ? അന, നെഹ്നു. അന എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ. നെഹ്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ. സെറ്റ് അല്ലേ? യെസ്. ഓക്കെ, അപ്പം ഞാൻ ഇങ്ങനെ മൈലാഞ്ചി ഒക്കെ ഇട്ട് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും അല്ലേ? ഒരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരുങ്ങി വന്നത്. അങ്ങനെ എന്താ പറയുക, ആ ഒരു കല്യാണ വീട്ടിൽ നിന്ന് വരികയാണ് മാം. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു മൈലാഞ്ചിയും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുന്നത്. ഓക്കെ ഓക്കെ, ഡിലീറ്റ്. അപ്പം അടുത്തത് അന, അന ഞാൻ. അന ഞാൻ. നെഹ്നു ഞങ്ങൾ. അപ്പം അവിടെ ഇപ്പോൾ അനേൻ്റെ നെഹ്നുവിൻ്റെയും വേറൊരു സംഭവം ഉണ്ട്. പിന്നെ അനേൻ്റെ ആ വെച്ചിട്ടാണ് ഞാൻ ചെയ്തു അല്ലെങ്കിൽ ഞാൻ ഓടി ഞാൻ എഴുതി എന്ന് എഴുതുക. അനേൻ്റെ ആ. ഓക്കെ, അന എന്നുള്ള ക്രിയയുടെ ആ വെച്ചിട്ടാണ് നമ്മൾ അഷ്റബു, കണ്ടോ ഇവിടെ എഴുതിയത്, അല്ലെങ്കിൽ അഖ്തുബു ഞാൻ എഴുതി. ഓക്കെ, കണ്ടോ ഈ ആ വെച്ചിട്ടാണ് ഞാൻ എഴുതി ഞാൻ പോയി. നെഹ്നു എന്നുള്ള ക്രിയയുടെ നാ വെച്ചിട്ടാണ് നെക്ക് തുബു ഞങ്ങൾ എഴുതി. എന്താണ്? നെക്ക് തുബു ഞങ്ങൾ എഴുതി. ഓക്കെ ആണോ? അപ്പൊ ആ രീതിയിലാണ് അത് പറയാട്ടോ. അപ്പൊ ഇതാണ് ഫില്ല് ചെയ്യുമ്പോൾ എങ്ങനെ വരിക? അൻത തശ്രിബു, അൻത തശ്രിബു, അൻതുമാ തശ്രബാനി, ഡേഷ് തശ്രബൂന. എങ്ങനെ വരിക? ഇവിടെ അൻതും എന്നാണ് വരിക അല്ലെ. അൻതും, നിങ്ങൾ ഒരുപാട് പേർ. തശ്രബൂന അല്ലെ. പിന്നെന്താണ്? അൻതി ഏതാ വരിക? തശ്രബീന എന്നാണ് വരിക കേട്ടോ. അൻതി തശ്രബീന. ഓക്കെ, അൻതി തശ്രബീന. അൻതുമാ സെയിം സാധനം തന്നെ, തശ്രബാനി. അൻതുന്ന തശ്രബ്ന എന്നാണ് വരിക കേട്ടോ. ഇവിടെ തശ്രബ്ന. ഓക്കെ, അൻതുന്ന തശ്രബ്ന. ഓക്കെ, അനശ്റബു, നെഹ്നു നശ്റബു. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത് മനസ്സിലാവാത്തവർ അല്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ആവണം എന്നുള്ളവർ ഒന്ന് ബാക്ക് അടിച്ച് കണ്ടാൽ മതി. അപ്പൊ ക്ലിയർ ആയിക്കോളും. ഓക്കെ, അതിന് ഇവിടെ വേറൊരു സംഭവം വന്നിട്ടുണ്ട്. മുഫ്രദ്, മുസന്ന, ജമഅ അല്ലെ. നമ്മൾ എന്നും കേൾക്കുന്ന ഒരു കാര്യമാണ് മുഫ്രദ്, മുസന്ന, ജമഅ, ലിദ്, മുത്തറാദിഫാത്ത് അല്ലെ. അപ്പൊ എങ്ങനെ ചോദിച്ചാലും ഇപ്പോഴും അറിയാത്ത കുട്ടികളുണ്ടാവും. മുഫ്രദ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഏകവചനാണ്. ജമഅ എന്ന് പറഞ്ഞാൽ ബഹുവചനമാണ്. മുഫ്രദ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്കി, ഞാൻ ഒരാള് മുഫ്രദ്. ഓക്കെ, ഞാൻ ഒരാളാണ്. അപ്പൊ ഒരാളായതുകൊണ്ട് തന്നെ അത് മുഫ്രദാണ്. എന്നെപ്പോലെ കുറെ പേരുണ്ടെങ്കിലോ അത് ജം ആണ്. മനസ്സിലായോ? ജമ പ്ലൂറൽ. ഓക്കെ ഓക്കെ ലിസൺ. ഇവിടെ നോക്കിയേ, മുസന്ന എന്ന് പറഞ്ഞാൽ ട്വിൻസ് ഒക്കെ അല്ലേ, ട്വിൻസ്, അതാണ് മുസന്ന. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, അമിൽ തു മാ എന്നുള്ള ക്രിയ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഫസ്റ്റിൽ എന്തായിരിക്കും വരിക? അമിൽ തു എന്നായിരിക്കും വരിക അല്ലേ. അമിൽ തു, അമിൽ തു, അമിൽ തുമാ. ഓക്കെ, പിന്നെ അമിൽ തു, അമിൽ തു, അമിൽ തുമാ. ഈ രീതിയിൽ പറഞ്ഞു നോക്ക്. ജലസ, ജലസത്ത്, ജലസത്തുമാ, ജലസ്തു അല്ലേ, ആ രീതിയിൽ. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ അതങ്ങനെ ഫില്ല് ചെയ്ത് വരിക. പിന്നെ അവസാനം എന്തായാലും വരിക? ഞാൻ എഴുതുന്നില്ല. അവസാനം എന്താ വരിക? ഇവിടെ ഒരു അമിൽന എന്നുണ്ട്. അമിൽന, അതെങ്ങനെ വരും? അമിൽന ഒന്ന് ആലോചിച്ച് നോക്കിയേ, ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആലോചിച്ച് നോക്കിയേ. അമിൽന, അതിന്റെ തൊട്ട മുന്നേ യെസ് എന്താ വരിക? അമിൽന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്രവർത്തിച്ചു, ഞാൻ പ്രവർത്തിച്ചു എന്ന് എങ്ങനെയാ പറയാ? ഞാൻ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ അമിൽ, എങ്ങനെ വരിക? അമിൽ തു, അമിൽന. ഓക്കെ, ആ രീതിയിൽ. അപ്പൊ വളരെ സിമ്പിളാണ്, വളരെ ഈസിയാണ്. ജസ്റ്റ് നമുക്ക് ഇത് ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞിട്ടുള്ള തശ്രബൂനന്റെ ഒരു ഇതാണ് കേട്ടോ. യെസ്, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മെല്ലെ ഒന്ന് എന്ത് ചെയ്യാം? മൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, യെസ്. അപ്പൊ മക്കളെ ഇവിടെ എന്താണ് വന്നിട്ടുള്ളത്? കമ്മിൽ ജുമല ബിവളഇ സീഗത്തിൻ സ്വഹീഹത്തിൻ ലിൽഅഫ്ആലി ബൈനൽ ഖൗസൈൻ അല്ലേ. കമ്മിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫില്ല് ചെയ്യുക, ഫില്ല് ചെയ്യുക. ഓക്കെ, കമ്മിൽ ഫില്ല് ചെയ്യുക. അൽ ജുംല, ജുംലയെ ഫില്ല് ചെയ്യുക. ബിവളഇ സീഗത്ത് സ്വഹീഹ, ശരിയായ എന്താ പറയാ സീഗ യൂസ് ചെയ്തുകൊണ്ട് നമ്മളോട് ഫില്ല് ചെയ്യാനാണ്. അത്വാലിബാനി, എത്ര പേരാ ഉള്ളത് വിദ്യാർത്ഥികള്? ത്വാലിബാനി 2, 2 ആൾക്കാർ അല്ലേ. അത്വാലിബാനി. അപ്പൊ അവിടെ എന്ത് വരും? എന്ത് വരും? യദ്ഹബു എന്നുള്ളത് എന്തായി മാറും? യെസ്, യദ്ഹബാനി ആയിട്ട് വരും. എഴുതണോ? യദ്ഹബാനി, നിങ്ങൾക്ക് അറിയാലോ അല്ലെ. യദ്ഹബു, യദ്ഹബാനി ആയിട്ട് വരും. ഓക്കെ, ഇലൽ മദ്രസ. ഓക്കെ, ഇനി എഴുതിയിട്ടില്ല എന്ന് വിഷമിക്കേണ്ട. യദ്ഹബാനി. ഓക്കെ,
യദ്ഹബാനി ഇലൽ മദ്രസ. അടുത്തത് അൽ മുഅല്ലിമൂന. മുഅല്ലിമൂന കുറേ പേരാണ്, വാവും നൂനും ഉണ്ട് അല്ലേ. അപ്പൊ ആരാണ് അൽ മുഅല്ലിമൂന? എങ്ങനെ വരിക? ഹും, അവരെല്ലാവരും. എന്താണ് ഹും? ഹും വേണമെന്നില്ല അല്ലേ. യെസ്, അവിടെ നമുക്ക് ആ ക്രിയനെ ചേർത്ത് കൊടുത്താൽ മതി. ഓക്കെ. മുഅല്ലിമൂന യഖ്റുജൂന അല്ലേ. യഖ്റുജൂന, അവരെല്ലാവരും എന്താ ചെയ്യുന്നത്? പ്രവേശിക്കുന്നുണ്ട്, അല്ല പുറപ്പെടുന്നുണ്ട്. ഓക്കെ. അൽ മുഅല്ലിമൂന യഖ്റുജൂന ഇലൽ ഖാഅത്ത്. ഓക്കെ. അടുത്തത് അൽ മുമർരിളാത്തു. ഞാൻ പറഞ്ഞില്ലേ ജമ്മു മുഅന്നസ് സാലിം അല്ലേ, അതെങ്ങനെ വരിക? യെസ്, അൽ മുമർരിളാത്ത്. ഇവിടെ നോക്കി നോക്ക്, ഞാൻ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞു തന്നിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇതാ ഇവിടെ ഇപ്പൊ ഇതാ അൽ മുമർരിളാത്ത് അല്ലേ. എന്താ എങ്ങനെ വരിക? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ നോക്കിയേ, ഇതാ അലിഫും താഉ ആണ് വന്നിട്ടുള്ളത് അല്ലേ. അൽ മുമർരിളാത്ത് ഹുന്നേന്റെ അടുത്താണ് വരിക. അതാ ഹുന്ന. എവിടെ പോയി? മാം ഇവിടെ ഫസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഹുന്ന കാദിമാത്തുൻ മിനൽ ജാമിയ. കണ്ടോ? ഹുന്ന കാദിമാത്തുൻ മിനൽ ജാമിയ. അപ്പൊ ആ രീതിയിൽ എങ്ങനെ വരിക അവിടെ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആലോചിച്ച് നോക്കിയേ. എവിടെ പോയി? അവിടെ. ഓക്കെ. അൽ മുമർരിളാത്തു യുസാഇദാത്തു അല്ല യുസാഇദാത്ത്. ഓക്കെ. യുസാഇദ്ന എന്നാണ് വരിക കേട്ടോ. മാറിപ്പോരുത്. മുമർരിളാത്തു യുസാഇദ്ന എന്നാണ് വരിക കേട്ടോ. യുസാഇദ്നയാണ് അൽ മുമർരിളാത്തു യുസാഇദ്ന. ഓക്കെ. അൽ മുമർരിളാത്തു യുസാഇദ്ന അൽ മർള. അപ്പൊ അത് പറയാൻ കാരണം എന്താ അറിയോ? ഇവിടെ ഫസ്റ്റില് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ഹുന്ന എന്നുള്ളതാ യഅമൽന. കണ്ടോ? യഅമൽന കണ്ടോങ്ങളെ. ഞാൻ ജസ്റ്റ് സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ? യഅമൽന. അപ്പൊ അതേ രീതിയിൽ വരുമ്പോ എങ്ങനെയാ വരിക? യുസാഇദ്ന. ഓക്കെ. യുസാഇദ്ന. ഓക്കെ. യുസാഇദ്ന. ഓക്കെ. അപ്പൊ ആ മറന്നു പോകരുത്. ഹുന്ന എന്നുള്ള ആ ഒരു ക്രിയ കണ്ടാൽ തന്നെ നമുക്ക് ഈ ഒരു ടേംസ് ഒക്കെ മൈൻഡിലേക്ക് വരണം കേട്ടോ. ഓക്കെ. ക്ലിയർ ആണല്ലോ. അപ്പൊ ഈ രീതിയിൽ മാമിന്റെ കുഞ്ഞുങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഗ്രാമർ പോർഷൻ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ ആണല്ലോ. അപ്പൊ എല്ലാവരും ലൈവ് കാണാൻ മറക്കരുത്. കറക്റ്റ് സമയത്ത് വരണം. എപ്പോഴാണ് ലൈവ്? യെസ്, 14-ാം തീയതിയാണ്, 3 മണിക്കാണ്. മറന്നു പോകരുത്. എല്ലാവരും വരാം കേട്ടോ. അപ്പൊ ശരി മക്കളെ, ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.